അമ്മ എന്തോ അമ്മ പരിപാടി? ഒത്തിരി നാളായല്ലോ അമ്മയെ കണ്ടിട്ട്. അതെ, എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി. മോനെ 4 മണിക്ക് 2 പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. ഒരുപാട് നാളായി കണ്ടിട്ടെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാന് അമ്മ എന്തോ അടുക്കളയിൽ എന്തോ പരിപാടി ചെയ്യുന്നത് കണ്ടുകൊണ്ട് വന്നതാ. അപ്പം എന്താണ് ചോദിച്ചപ്പോൾ ഇന്ന് പരിപ്പ് വട ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്നാ പരിപ്പ് വട ഉണ്ടാക്കിയേക്കാം അല്ലേ? അതെ അതെ. പരിപ്പ് വടയ്ക്കുള്ള പരിപ്പ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് എത്ര സമയമാണ് വെള്ളത്തിലിട്ടിട്ട്? ഇതിപ്പോ ഇട്ടിട്ട് 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു. ഇത് എത്ര ഉണ്ട്? 1/2 കിലോ ഉണ്ടോ? 1/2 കിലോ. 1/2 കിലോയും ഇച്ചിരി കൂടുതലുണ്ട്. അമ്മ പരിപ്പുവട ഉണ്ടാക്കാനായിട്ടേ ഉള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ? മോനെ അതൊന്ന് പറഞ്ഞു എന്തൊക്കെയാണ്? അത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു 5-8 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം കായം പൊടിച്ചത്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില അത്യാവശ്യമാണ്. അതെ അതെ അല്ലേ? പിന്നെ പരിപ്പ് വടക്ക് അത്യാവശ്യമാണ്. കറിവേപ്പില ഇല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇല്ല. അതെ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതേ ചെറുതായിട്ട് വേണം അരിയാന്. കൊച്ചുള്ളിയാ ഈ പരിപ്പ് വടക്കൊക്കെ എടുക്കുന്നതേ. ഞാൻ പിന്നെ ഇപ്പൊ ഇച്ചിരി സവാള എടുത്തന്നേ ഉള്ളു. സവാള എടുത്താലും കുഴപ്പമില്ല, രുചിക്ക് വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല. കൊച്ചുള്ളി ഇല്ലാത്ത കൊണ്ട് സവാള എടുക്കും. അതെ 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 അതെ. അല്ലെങ്കിലും എല്ലാ കടയിലൊക്കെ എന്താ കൊച്ചുള്ളിയാണ് ഇടുന്നത്, സവാളയൊക്കെ അരിഞ്ഞ് ചേർക്കത്തേ ഉള്ളൂ. പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയാന്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, നല്ല എരിയുടെ മണം വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുറച്ചിട്ടാ മതി. കുറച്ചിട്ടാ എടുത്തു വെച്ചത് അത്രയും വേണ്ട. ഇഞ്ചി ഇതുപോലെ നമുക്ക് കൊത്തി അരിയണം കേട്ടോ. ഇഞ്ചിയും ചെറുതായിട്ട് തന്നെ അരിയണം അല്ലേ? കൊത്തി അരിയണം. അമ്മ ഇത് കണ്ടോ, പുറത്ത് നല്ല മഴയാ. പരിപ്പ് വടയും കട്ടൻ കാപ്പിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായി. ഇപ്പം ഈ പരിപ്പ് വൃത്തിയായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിന്റെ വെള്ളം ഒന്ന് തോരട്ടെ, എന്നിട്ട് വേണം നമുക്കിത് ചതച്ചെടുക്കാൻ. പരിപ്പിന്റെ വെള്ളമൊക്കെ തോർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം പരിപ്പ് ചതച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിന് ചതച്ചെങ്കിലേ നമുക്ക് പരിപ്പ് വടയ്ക്ക് ഉരുട്ടി പരത്തിയെടുക്കാനൊക്കത്തുള്ളൂ. നല്ലതുപോലെ പരന്ന് വരത്തുള്ളൂ അല്ലേ? അതെ, ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകും. ബാക്കി അരയ്ക്കാൻ കിടക്കുമല്ലേ? കിടക്കുവാ. എന്നാലും പരത്തി കാണിച്ചതല്ലേ? ഒന്ന് പരത്തി കാണിക്കുമായിരുന്നു. ഇനി നമുക്ക് ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് ഊരിയിടാം. ഇനി നമുക്ക് ഈ കായപ്പൊടി ഒന്ന് ചതറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈ കൊണ്ടാണ് ഇളക്കേണ്ടത്. കൈ കൊണ്ട് ഇളക്കിയാൽ എനിക്ക് കൈക്ക് പുകച്ചില്ല, അതുകൊണ്ട് ഞാൻ തവി കൊണ്ടാണ് ഇളക്കുന്നത്. അത് തന്നെയല്ല ഈ പച്ചമുളകിനെ നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നു. കൈ നല്ലതുപോലെ പുകയും അല്ലേ? അതെ, തവി കൊണ്ട് നല്ലപോലെ ഇളക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇതൊക്കെ എടുക്കുന്നത്. ഞാനിപ്പം പാം ഓയിലിനകത്താണ് എടുക്കുന്നത്. അമ്മ ഈ കടയിൽ ഉണ്ടാക്കുന്ന എല്ലാം പാം ഓയിലാണ്, വെളിച്ചെണ്ണയൊന്നുമല്ല. അതെ അതെ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പാം ഓയിലും വെളിച്ചെണ്ണയും നല്ല വ്യത്യാസമല്ലേ? ആനയാടും പോലത്തെ വ്യത്യാസമാണ്. പാം ഓയിൽ ഉള്ളവർ പാം ഓയിലിനകത്ത് ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് ഇപ്പം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലയോ, അതുകൊണ്ടാണ് പാം ഓയിലാക്കിയത്. എണ്ണ ചൂടായോ എന്നൊന്ന് നോക്കാം. ചൂടായില്ലേ? എന്നാ ഇനി ഇട്ട് കൊടുക്കാമല്ലോ. എല്ലാം തിരിച്ചിടാറായി. പൊട്ടാതെ നോക്കണം. പൊട്ടത്തില്ല. നല്ല കളർ വന്നിട്ടുണ്ട്. നല്ല പരിപ്പ് വട മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒറ്റ റൗണ്ട് പരിപ്പ് വട കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് തിരിച്ചിടാറായതല്ലേ മേ? എന്നാ തിരിച്ചിട്ടു. ഇത്രയും മൂപ്പേ ആകാവും അല്ലേ? ഒരുപാട് മൂത്ത് പോയാലും കൊള്ളത്തില്ല. അങ്ങനെ നല്ല മഴയുള്ള 4 മണി സമയത്ത് നല്ല അടിപൊളി പരിപ്പ് വടയും ചൂട് കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ
ഈ മഴ സമയത്ത് പരിപ്പുവടയും കട്ടൻ കാപ്പിയും കുടിക്കാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഉടൻ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതാണ്. തൽക്കാലത്തേക്ക് ബൈ ബൈ.